വാ തുടങ്ങിക്കോ. ഹേ ഹലോ ഗൈസ്, ഞാൻ സുബാൻ. പിന്നെയും നമ്മളൊരു ഫുഡ് ചാലഞ്ച് ആയിട്ട് വന്നേക്കാണ്. ഞാൻ മാത്രമല്ല, ഒമറും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഒമർ ജയിച്ചായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പാനിപ്പൂരി ചാലഞ്ചിൽ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മോമോസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ആര് കഴിച്ച് തീർക്കുന്നു, കഴിഞ്ഞ തവണത്തെ പോലെ 20 മോമോസ് ആര് കഴിച്ച് തീർക്കുന്നു അവർ ജയിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ആദ്യം അവർ കഴിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ ലെങ്ത് ഒന്നും കൂട്ടണ്ട. അപ്പോൾ ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് നേരെ ചാലഞ്ചിലേക്ക് പോകും. അപ്പോൾ നേരെ ചാലഞ്ചിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ കൂട്ട്. ലിയാണ് ഇത് മൊത്തം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് അവൾ പറയുന്നത്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. സോ ഇങ്ങനെ ഇതിങ്ങനെ മടക്കി നമ്മൾ ഈ സാരിയൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് നമ്മൾ മോമോസ് എങ്ങനെ വരുമെന്ന് കാണിച്ചു തരാം. അതിന് നമുക്ക് മോമോസ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ആവി എടുക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പും കൂടെ അടുത്ത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമ്മളൊരു 50 അത് ചെയ്യാൻ നോക്കുന്നത്. അത് നോക്കി കഴിച്ചു, ഇത് ലാസ്റ്റാണ്. ഇതുകൂടെ കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടോ, നൈസല്ലേ? ഡബിൾ അടിപൊളിയായിട്ട് ചെയ്തു. ഒരു നല്ല രസമുണ്ട്, കൊള്ളാം. സോ ഗൈസ്, അതാണ് നിങ്ങൾ നേരത്തെ കണ്ട ഒരു മോമോസ് ചെയ്യുന്നത്. ഇനി നമ്മളത് എന്താ പറയുക, ഇത് സ്റ്റീംഡായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റീംഡ് മോമോസ് ആയിരിക്കും. ആക്ച്വലി ഞാൻ ഈ ഒരു ലൊക്കേഷനാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് ആലോചിക്കുന്നത്, ഇവിടെ വെച്ച് ചെയ്യണോ വേണ്ടതെന്ന്. സോ നോക്കട്ടെ ഗൈസ്, മഴ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും നമ്മുടെ താഴോട്ട് തന്നെ പോകേണ്ടി വരും. സോ നമുക്ക് നോക്കാം, ഇനി നമുക്കത് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടോ മോമോസ്. അനിയത്തൊരു മോമോസും കൂടെ വെച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു സെറ്റിൽ ഇതും കൂടെ വെച്ച് 2 തട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മളത് സ്റ്റീം ചെയ്തെടുത്ത മോമോസ്. ആക്ച്വലി ഇത് എടുത്ത സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന മാത്രം കാണിച്ചു. ജസ്റ്റായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി എനിക്ക് താഴെ പോയി സെറ്റാണ്. ഞാൻ ആക്ച്വലി നമ്മൾ നോക്കിയ സ്ഥലമില്ല. ആ നോക്കിയ സ്ഥലത്ത് നമുക്ക് ഇച്ചിരി പാടാണ് കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം, ലൈറ്റ് ഏകദേശം പോയി. ലൈറ്റ് കുറച്ചുണ്ട്, പക്ഷേ ഇവിടെ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കറിയില്ല. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം. ഈ ലൈറ്റിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ താഴെ പോയില്ല, താഴെ പോയി വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. സോ ലെറ്റ്സ് സീ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് താഴേക്ക് സെറ്റ് ചെയ്യണോ അതോ ഇവിടെ തന്നെ സെറ്റ് ചെയ്യണോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കവിടെ ഒരു ചട്നി വരാനുണ്ട്. അപ്പോൾ നമ്മളത് ഇവിടെ വെച്ച് തന്നെയാണ് പെട്ടെന്ന് ചെയ്യുന്നത്. ഈ ലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ലൊക്കേഷൻ മാറ്റി ഇവിടെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആയിരിക്കും കേട്ടോ ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം ആര് ജയിക്കും ആര് ജയിക്കില്ല എന്നൊക്കെ നോക്കാം. തൊട്ടേ നീ ജയിക്കുമെന്നാണോ ഒമറേ? ജയിക്കും. നമുക്ക് ഇപ്രാവശ്യം നോക്കാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഒമറ വന്നേക്കാണ്. നമ്മളിത് പെട്ടെന്ന് കഴിച്ച് തീർക്കുക. ആക്ച്വലി നമ്മൾ 20 എടുത്തിട്ടില്ല. ഈ ഒരു ട്രെയിൽ 15 കൊള്ളുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ 15 എടുത്തത്. 15 മോമോസ് ആദ്യം ആര് കഴിക്കുന്നത്. ചിക്കൻ മോമോസാണ്, ലിയ ഉണ്ടാക്കിയതാണ്. സോ നമുക്ക് തുടങ്ങാം അംഗത്തിലോട്ട്. അതിന്ന് തോന്നും ഗൈസ്, നമുക്കപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മളിതിൽ ടൈമറൊന്നും വെക്കുന്നില്ല. സോ ഇറ്റ്സ് മെയിൻലി ബേസ്ഡ് ഓൺ 15 ആദ്യം ആര് കഴിക്കുന്നു അവർ ജയിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, 3, 2, 1 വാ തുടങ്ങിക്കോ. വെള്ളമൊക്കെ ഡിസ്ക്വാളിഫൈ ആണ്. പിന്നെ ഇത് വേണ്ട, വെള്ളം വേണ്ട ഗൈസ്. ഡിസ്ക്വാളിഫൈ ആവുമെന്ന് പറഞ്ഞാൽ എല്ലാ ചാലഞ്ചിലും ഇക്കളാണല്ലോ ഗൈസ്. നിങ്ങൾക്ക് ഇക്കളൊന്നും വരൂലേ? കൊള്ളാം, നല്ല ഐഡിയ. പിന്നെ ട്രൈ ചെയ്യാം. ഗിവപ്പ് ചെയ്യണോ? ഗിവപ്പ് ചെയ്യുന്നോ? ഈ കളി ഞാൻ കൊണ്ടേ പോടട്ടെ. ഒന്നൊന്നിനും അവസാനം എല്ലാം കൂടെ കുത്തിക്കയറ്റി വെക്കണം വായിക്കകത്ത്. അങ്ങനെയാണ് ഞാൻ ജയിക്കണം. എന്തോ കാക്കേ കുയില എന്ത് പറ്റിട്ടമ്മ? വെള്ളം വേണോ? വേണ്ടേ?
തേഞ്ഞ തന്നെ അല്ലേ? കലഞ്ഞേന് ഞാൻ ഇപ്പൊ ആലോചിക്കല് പണ്ടാരെ 15 നന്നായി. ഇത് ഇറക്കാൻ പറ്റില്ലടാ. നമ്മൾ കട്ടിയോട് അല്ല ചൂടോടുകൂടി കഴിക്കാനുള്ളായിരുന്നു. സത്യം ചെറിയ അടുപ്പിടായിരുന്നു. പിന്നെ ഇനി വായന പുറത്തിറങ്ങാൻ പറ്റൂലേ? അവിടെ അങ്ങോട്ട് വാള് വെച്ചോ. ജയിച്ചു ജയിച്ചു ജയിച്ചു. നീ അങ്ങോട്ട് ഛർദിച്ചിട്ട് നോക്കി സംസാരിക്കും. ഛർദിച്ച ഡിസ്ക്വാളിഫൈഡ് ആണ്. ഛർദിച്ചില്ല, സമയമുണ്ടല്ലോ ഛർദിക്കാൻ. ജയിച്ചു ജയിച്ചു. തോറ്റാണോ? ചവക്കുന്നവരാണോ ജയിക്കുന്നത്? ആദ്യം വായിൽ വെക്കുന്നതല്ലേ? തീർക്കുന്നവരാ ജയിക്കണം. അവ സമയം പതുക്കെ കഴിച്ചിറക്കും. എനിക്ക് ചവക്കൊന്നും പല്ലില്ലെന്ന് തോന്നുന്നു വായിക്കകത്ത്. അവസാനം ഒന്ന് ജയിക്കാൻ വേണ്ടി പിഴുകി അതിൻ്റെയാണ് നടക്കുന്നത്. അത് പയ്യെ ചവച്ചാൽ മതി, സമയം ഉണ്ടായിരുന്നു. ഓടാ പട്ടി. അയ്യോ. പിന്നെ രണ്ടാമത്തേല് ഞാൻ ജയിച്ചു. ബ്ലൂപ്പ്. സോ ഗൈസ്, ടെക്നിക്കലി സ്പീക്കിംഗ് എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ജയിച്ചതാണ്. കാരണം ഞാൻ ടെക്നിക്കലി ഒന്നുമില്ല. ആദ്യം ആര് കഴിച്ചിറക്കുന്നു? ഞാൻ കഴിച്ചിറക്കി. പക്ഷെ ആദ്യം വായിൽ നമ്മൾ മൊത്തം വെച്ചത് ഞാനാണ്. അങ്ങനെയാണ് 20 എടുത്ത് ഞാൻ വായി വെക്കൂല. ഓരോരുത്തർ വായിൽ വെക്കാൻ പറ്റില്ലല്ലോ. എനിക്കൊരു ഇല്ല, ലാസ്റ്റ് ആരാണ് ഫുൾ തീർത്തത് അയാൾ ജയിക്കും. ഞാൻ ജയിച്ചു. ഐ ആം ഇന്നവിറ്റബിൾ. ശരി. പക്ഷെ ഗൈസ് അത് എനിക്ക് തോറ്റ് നടക്കും. അത് കുഴപ്പമില്ല. നമുക്ക് തോൽവിയൊന്നും പ്രശ്നമില്ല. തോൽവിയൊക്കെ നമ്മുടെ ജയത്തിന്റെ മുന്നോടിയാണെന്നാണല്ലോ പറയുന്നത്. ഇതിപ്പോ 2 പ്രാവശ്യമായി. അതെ അതെ, ഇനിയും പറയാലോ. തോക്കുന്ന എല്ലാവരും അതല്ലേ പറയുള്ളൂ. പക്ഷേ ഗൈസ് നിനക്ക് എത്രയിലായപ്പോ നിർത്താൻ തോന്നിയത്? നിനക്ക് എത്രയിലായപ്പോ നിർത്താൻ തോന്നിയായിരുന്നു? 10 കഴിയുമ്പോൾ തന്നെ തോന്നി. ഞാനൊരു 10 കഴിഞ്ഞ പിന്നെ കൊണ്ട് പറ്റില്ല. സത്യം പറഞ്ഞാൽ എന്നെ ചതിച്ചിട്ട് വലിയ മോമോസ് വെച്ച് എനിക്ക് തന്നില്ല. അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ഇരിക്കാൻ പറഞ്ഞതാണ്. അവൻ അത് ചെയ്തില്ല. അത് എന്റെ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ ഞാൻ ജയിക്കുമല്ലോ. ഞാൻ നോക്കിയപ്പം എനിക്കൊരു 7 എണ്ണം വലുത്, സുബിക്ക് 5 എണ്ണം ചെറുത്, എല്ലാം ഒരേപോലെ വെച്ചിട്ടുള്ളതാണ് ഗൈസ്. എവൻ തെരഞ്ഞെടുത്തത് അവിടെ രണ്ടും നമ്മൾ ഒരുപോലെ. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ജയിച്ചു. അതാണ് നീ പറഞ്ഞിട്ട് എന്തിനാ? നീ എന്താ വലിയ പീസാണ് തീർത്തല്ലോ. പക്ഷെ എന്റെ അറിവിൽ ഞാൻ 20 എടുത്താണ്. പക്ഷേ ഇറക്കാനുള്ളൊരു ഗ്യാപ്പ് അവൻ എനിക്ക് തന്നില്ല. കാരണം ചവയ്ക്കാൻ ഭയങ്കര പാടായി. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കടയിൽ പോയി കഴിക്കുന്ന മോമോസ് പോലെ അല്ലല്ലോ, പെട്ടെന്ന് കഴിക്കുന്നതല്ലേ. ഇത് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ്സെങ്കിലും വെറുതെ ഇരുന്നിട്ടുണ്ടായിരിക്കും ഒരു സിറ്റിംഗ് പീരീഡിൽ. അതിൽ ചെറുതായിട്ട് ഉറഞ്ഞു പോയെന്ന് തോന്നുന്നു. കുറച്ചൊന്നും നോർമലി സ്റ്റീംഡ് ആയിട്ട് വരുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നില്ല. കാരണം നീത്തി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്ര സ്പീഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം ആ ഒരു ഇതിൽ വന്നോണ്ട് പിന്നെ പോകുന്തോറും ഇത് പുറത്തും കൂടെ അല്ലേ ഇരിക്കുന്നത്, മടുത്തു. കാരണം ചവയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു നിമിഷം ആലോചിച്ചു എനിക്ക് വായിൽ വല്ലൊന്നും ഇല്ല, ചവയ്ക്കാൻ വേണ്ടി ചവയ്ക്കാനും പറ്റുന്നില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ നിർത്തി പോയാലോ. ഹിയർ ഈസ് ദ വിന്നർ ഗൈസ്. ഒമർ പിന്നെ ജയിച്ചേക്കുവാണ്. അതിൻ്റെ ബാങ്ക് വിളിക്കുവാണ്. എന്തൊരു ഐശ്വര്യമുള്ള പയ്യൻ.
അങ്ങനെ അവൻ ജയിച്ചു ഗൈസ്. ഇനി അടുത്ത ചാലഞ്ച് വരും. ആക്ച്വലി ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇതല്ല ചെയ്യായിരുന്നത്, വേറെ കുറേ പരിപാടിയാണ് നോക്കിയത്. പക്ഷേ അത് നമുക്ക് ലൈക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വേറൊരു ദിവസം വെക്കാം. സോ അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഈ തെണ്ടി പിന്നെയും ജയിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ വരയ്ക്കും. സ്റ്റേ ട്യൂൺ. Until then, it's bye from Subhan.